അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ ഏകദേശം ഒരു രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ ആ റോഡിൻ്റെ സൈഡിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നെ കണ്ട് അതുവഴി വരുന്ന വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്യുവാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇവിടെയൊക്കെ ആണെങ്കിലും ഇതൊരു മൗണ്ടൻ ടോപ്പാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ ഫ്യൂണിക്കുലർ ട്രെയിനിൽ നിന്ന് നമുക്ക് ഈ മൗണ്ടൻ്റെ മേളിലേക്ക് വരെ എത്താം. നമ്മളിപ്പോൾ മൂന്നാർ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ സിക്നസ് ഉള്ള ഒരാൾ ഈ ഹെയർ പിൻ ബെൻഡ് എല്ലാം കയറി ഇറങ്ങുമ്പോഴത്തേന് തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേന് ആകെ അസ്വസ്ഥനായിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഒരാൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. നമസ്കാരം, ഞാൻ ജോ എബ്രഹാം, ഡോക്ടറാണ്, പൊതുജനാരോഗ്യ വിദഗ്ധനാണ്, ചങ്ങനാശ്ശേരി സ്വദേശം. 2017 യൂറോപ്പിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോയിരുന്നു. സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ ഈ രാജ്യങ്ങളിലെ സോളോ ആയിട്ട് നടത്തിയ യാത്രയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്ര തുടങ്ങുന്നതിന് ഒരു 3-4 മാസം മുമ്പ് വരെ യൂറോപ്പിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനൊന്നും എനിക്കില്ലായിരുന്നു. 2016 ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി MD ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഒരു യാത്ര പോകണം എന്നുള്ള പ്ലാനൊക്കെ ഇട്ടത്. അപ്പോൾ ആ കാലത്ത് ഞാൻ ബിൽ ബ്രൈസൻ്റെ എ വോക്ക് ഇൻ ദ വുഡ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിരുന്നു. അപ്പോൾ ആ ബുക്കിൽ അപ്പലാഷ്യൻ ട്രെയിൽ എന്ന് പറയുന്ന അമേരിക്കയുടെ സദേൺ എൻഡ് തൊട്ട് നോർത്തേൺ എൻഡ് വരെ ഉള്ളൊരു ഹൈക്കിംഗ് ട്രെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആ സുഹൃത്ത് അന്ന് ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു അവർ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ ട്രെയിലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോകുന്നുണ്ട്, അപ്പം അമേരിക്കയിലേക്ക് വന്നോളൂ, നമുക്ക് എൻ്റയർ ട്രെയിൽ നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 1-2 ദിവസത്തെ ട്രെയിൽ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് വനത്തിലൂടെയൊക്കെയുള്ള യാത്രയാണ്, ക്യാമ്പിങ്ങും ഒക്കെ ചെയ്തുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, അതിനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 2017 മാർച്ചിൽ ഞാൻ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. കൗൺസിലേറ്റിൽ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ പല കാരണങ്ങളാൽ അവരെനിക്ക് റിജക്റ്റ് ചെയ്തു അമേരിക്കൻ വിസ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ്. യൂറോപ്പിലുള്ള എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്തുകൊണ്ട് യൂറോപ്പിലേക്ക് വന്നുകൂടാ, പല രാജ്യങ്ങൾ ഒറ്റ ട്രിപ്പിൽ കവർ ചെയ്യുകയും ചെയ്യാം, കുറച്ചുകൂടെ ഹിസ്റ്ററി, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് യൂറോപ്പ്. അപ്പോൾ അങ്ങനെ ഷെൻഗൻ വിസയ്ക്ക് വേണ്ടി, സ്വിറ്റ്സർലൻഡ് ബേസ് ചെയ്തുള്ള ഷെൻഗൻ വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. സ്വിറ്റ്സർലൻഡിനോടൊപ്പം തന്നെ ഇറ്റലിയിലെ കുറച്ച് സ്ഥലങ്ങളും, സ്പെയിനിലെ കുറച്ച് സ്ഥലങ്ങൾ, ജർമ്മനിയിലെ കുറച്ച് സ്ഥലങ്ങൾ, ഇത്രയുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷെൻഗൻ വിസ കിട്ടി. വിത്തിൻ ഒരു 2 മന്ത്സിനുള്ളിൽ യാത്ര പുറപ്പെടാൻ വേണ്ടിയുള്ള ദിവസം എത്തി. ഓഗസ്റ്റ് 31 തീയതി 2017 രാത്രി 8 മണിക്ക് ശേഷം എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ബോംബെയിലെത്തി. സെപ്റ്റംബർ 1 തീയതി രാവിലെ 12:55 ആയപ്പോഴത്തേക്കിന് സ്വിസ് എയറിൽ സ്യൂറിക്കിലേക്കുള്ള ഫ്ലൈറ്റിലും കയറി. അന്ന് രാവിലെ വീണ്ടും സെക്യൂരിറ്റി ചെക്ക്, ഇമിഗ്രേഷൻ ചെക്കിലൊക്കെ എത്തിയപ്പോഴത്തേന് അവിടുത്തെ ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ എന്നെ കണ്ടപാടെ ചോദിച്ചു, ഓക്കെ നിങ്ങൾ എന്തിന് സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു? അപ്പോൾ എനിക്ക് അമേരിക്കൻ വിസയുടെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കുറച്ച് ടെൻസ്ഡായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ടൂറിസ്റ്റാണ്, ഇതൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പം അവർ ചോദിച്ചു വേറെ ഏതൊക്കെ രാജ്യങ്ങൾ പോകുന്നുണ്ട്? അപ്പോൾ ഞാൻ ഇന്ന രാജ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ ഓക്കെ അപ്രൂവ്ഡ്, വെൽക്കം ടു സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ പാസ്പോർട്ടിൽ സീലടിച്ച് തന്നു. നമ്മൾ ഗോഡ് ഫാദർ സിനിമയിൽ കയറി വാടാ മക്കളെ എന്ന് പറയുന്ന ആ ഒരു ഫീലായിരുന്നു എനിക്കന്ന് കിട്ടിയത്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ തന്നെ വെയിറ്റിംഗ് ഏരിയയിൽ എൻ്റെ സുഹൃത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു, മോഹൻ്റെ വൈഫ് സിത്താരയും മകനും. മോഹൻ്റെയൊക്കെ കാറിൽ അവരെന്നെ പിക്ക് ചെയ്തിരുന്നു. അവർ താമസിക്കുന്നത് സ്യൂറിക്കിൽ നിന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ മാറിയുള്ള സുഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സുഗ് എന്ന് പറയുന്ന ഒരു ക്യാൻറ്റനാണ്. സ്വിറ്റ്സർലൻഡിൽ 10-26 ക്യാൻറ്റൻസ് ആണുള്ളത്. നമ്മുടെ ഒരു സ്റ്റേറ്റ് ഇക്വലൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ക്യാൻറ്റൻ്റെ കീഴിൽ പല മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഖാം എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർ ബാങ്കിങ് മേഖലയിലാണ് ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ട് ഇവരുടെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് എത്തി. നമ്മൾ ഒരു 10-17 ദിവസത്തോളമാണ് യൂറോപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 17 ദിവസവും ഓട്ടപ്രദക്ഷിണം നടത്തണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. എല്ലാം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസം വലിയ പ്ലാനുകൾ ഇട്ടിട്ടില്ല. സിത്താരയുടെയും മോഹൻ്റെയും മകൻ്റെ ബർത്ത്ഡേ പാർട്ടി അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെന്നിറങ്ങി. അടുത്ത ദിവസം തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ആഘോഷിക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കാമിനോടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ്, അവിടുന്ന് നടന്നു പോകാമെന്നോ അല്ലെങ്കിൽ 1-2 ബസ് കയറാവുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് പ്ലാൻ ചെയ്തിരുന്നത്. സ്വിറ്റ്സർലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമേ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ക്ലീനാണ് അല്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സിസ്റ്റം പോകുന്നതെന്നുള്ളതാണ്. നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും ഒരു പേപ്പറോ ഒരു പീസ് കവർ പ്ലാസ്റ്റിക് ഒന്നും തന്നെ കാണത്തില്ല. എല്ലാത്തിനും തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും വേണ്ട രീതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തേക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്.
നാട്ടിൽ നിന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വ്യത്യാസം കാണുന്ന അതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ ഖാം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെയുള്ള പാർക്കിൽ പോയി. ആ പാർക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ലേക്കുണ്ട്, പ്ലേ ഏരിയയും ഒരു അങ്ങനത്തെ നല്ല രീതിയിൽ അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി കണ്ടു. അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം നാച്ചുറൽ ബ്യൂട്ടിയാണ് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനാണ് മനസ്സിലാകുന്നത് നമ്മളൊരു റിസോർട്ടിൽ എങ്ങനെയാണോ പണിതിട്ടിരിക്കുന്നത് അതുപോലെ അവർ പ്രിപ്പയർ ചെയ്ത് പണിതിട്ടിരിക്കുന്നതാണ് ഓരോ സ്ഥലങ്ങൾ. ഇപ്പോൾ പാർക്കിലെ ലേക്കിനോട് ചേർന്ന സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ അവർ കെട്ടിവെച്ച് വേസ്റ്റ് പോകാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ, ഡ്രെയിനേജിനുള്ള ഏരിയകൾ, ഇതെല്ലാം അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. അപ്പം നേച്ചർ കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത, അതിനുവേണ്ടിയുള്ള എഫേർട്ട് അവർ വർഷങ്ങളായിട്ട് ഇട്ടു എന്നുള്ളതും കൂടാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു പ്രത്യേകത. ആദ്യത്തെ ദിവസം ഈ കാമും സുഗും ആ ഒരു ഏരിയയിലെല്ലാം തന്നെ നമ്മൾ ഏകദേശം കണ്ടു തീർത്തു. രണ്ടാം ദിവസമായിരുന്നു ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടിയല്ല. അപ്പം രാവിലെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ഞാനും വീട്ടിൽ സഹായത്തിനൊക്കെ കൂടി. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേസ്റ്റ് സെഗ്രിഗേഷനുള്ള ഒരു മാർഗ്ഗം അവരുടെ വീട്ടിൽ തന്നെയുണ്ട്. പല പല ബിന്നുകളായിട്ട്, കളർ കോഡ് ചെയ്ത ബിന്നുകളായിട്ട് അവർ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് ആ ബിന്നുകളല്ല. അത് നിറഞ്ഞ് വെയിറ്റ് കണക്കിന് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ഏരിയയിൽ പോയി റീസൈക്കിൾ ഏരിയയിലൊക്കെ പോയി കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കതൊരു പുതിയ കാഴ്ചയായിരുന്നു. കാരണം നമ്മളിവിടെ നാട്ടിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയുക, വീട്ടിലാണെങ്കിൽ പോലും ഓർഗാനിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വാഴയുടെ തോട്ടിലേക്കോ തെങ്ങിൻ്റെ തോട്ടിലേക്കോ ഒക്കെ ഇടുക, ഇതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റുകൾ. ഈ വേസ്റ്റുമായിട്ട് നമ്മളൊരു പ്രത്യേക ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റീസൈക്കിൾ ഏരിയയിൽ ചെന്ന് അത് വെയിറ്റ് അനുസരിച്ച് അവർ തൂക്കി മേടിക്കും. അപ്പോൾ നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പൈസയാണ് നമ്മൾ മുടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് കുറയും. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ റീസൈക്കിൾ ചെയ്യും. അപ്പോൾ അതൊക്കെ എനിക്കൊരു പുത്തൻ അനുഭവമായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അന്ന് വൈകുന്നേരം പല രാജ്യത്തു നിന്നുള്ള അവരുടെ കൊളീഗ്സും സുഹൃത്തുക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, മലയാളികളുമൊക്കെ. അപ്പോൾ അവരെല്ലാം ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതിനിടയ്ക്ക് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇറ്റലി എന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞു, ഓക്കെ ഇറ്റലി ബാക്കിയുള്ള സ്ഥലങ്ങൾ പോലല്ല, ഇറ്റലി പോകുമ്പോഴത്തേന് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം അവിടെ ഇഷ്ടംപോലെ പിക്ക് പോക്കറ്റ്സും പിടിച്ചുപറിക്കാരും ഒക്കെ ഉള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ ഒന്ന് സ്വല്പം ഒന്ന് പേടിപ്പിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങൾ അത്രയും ടെൻസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അത് വെച്ചുള്ള കഥ ഇനി വരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ചയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സും അവർ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ തൊട്ടടുത്തുള്ള സുഗർബർഗ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഏരിയ ഉണ്ട്. അപ്പോൾ സുഗ് എന്ന് പറയുന്ന കാൻറ്റണിലെ ഒരു മൗണ്ടനാണ് ഈ സുഗർബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സുഗർബർഗിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പം ഇവിടെയൊക്കെ ആണെങ്കിലും ഇതൊരു മൗണ്ടൻ ടോപ്പാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ ഫ്യൂണിക്കുലർ ട്രെയിനിൽ നിന്ന് നമുക്ക് ഈ മൗണ്ടൻ്റെ മേളിലേക്ക് വരെ എത്താം. വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ മൂന്നാർ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ സിക്നസ് ഉള്ള ഒരാൾ ഈ ഹെയർ പിൻ ബെൻഡെല്ലാം കയറി ഇറങ്ങുമ്പോഴത്തേന് തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേന് ആകെ അസ്വസ്ഥനായിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഒരാൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ട്രെയിൻ കയറുന്നു, മേളിൽ ചെല്ലുന്നു. അപ്പോൾ അത് വീൽ ചെയർ ആക്സസിബിൾ ആണ്. അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് പ്രാമിൽ കൊണ്ടുപോകാൻ പറ്റും. ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഇരുന്ന് പോകാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം വളരെ സൗകര്യപൂർവ്വം നമുക്ക് ഒരു മൗണ്ടൻ ടോപ്പോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനോ ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഈ സുഗർബർഗിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം വളരെ ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഗ്രാസ് ലാൻഡ്സിന് ഇടയിൽ കൂടെ ഉള്ള ഹൈക്കിംഗ് ട്രെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നടന്നു തീർക്കാവുന്ന ട്രെയിലുകളുണ്ട്. കൂടുതൽ കട്ടിയുള്ള മൗണ്ടനൊക്കെ വലിഞ്ഞു കയറാവുന്ന രീതിയിലുള്ള ഫിറ്റ്നസ് കൂടുതൽ ആവശ്യമുള്ള തരത്തിലുള്ള ട്രെക്കിംഗ് ഹീലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പല ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം അവിടെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതിലൊരു 1.5 മണിക്കൂറും കൊണ്ട് തീർക്കാവുന്ന ഒരു ഹൈക്കിംഗ് ട്രെയിൽ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ആ മലനിരയുടെ താഴേക്ക് ഇറങ്ങി നടന്നു. അപ്പം നമുക്ക് പോകുമ്പോഴത്തേന് കാണാം സൈക്കിളിൽ പോകുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് പോകുന്നവരുണ്ട്, കുതിരപ്പുറത്തൊക്കെ പോകുന്നവരുണ്ട്. സുഗർബർഗിൽ നിന്ന് ഞങ്ങൾ അന്ന് ഹൈക്ക് ചെയ്ത് താഴെ എത്തി. അന്ന് വൈകുന്നേരം ഞങ്ങൾ സ്യൂറിക്കിൽ പോയിട്ട്, സ്യൂറിക്കാണ് നമ്മൾ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സിറ്റി സ്വിറ്റ്സർലൻഡിൽ. സ്യൂറിക്കിൽ പോയിട്ട് എനിക്കൊരു സിം മേടിക്കണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. സിം മേടിക്കാൻ വേണ്ടി അവിടെ ഒരു ശ്രീലങ്കൻസ് നടത്തുന്ന ഒരു കടയിലാണ് ചെന്നത്. കാരണം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അവർക്ക് മേടിക്കാനായിട്ടുണ്ട്. ശ്രീലങ്കൻസ് നടത്തുന്ന കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അവിടുത്തെ ഒരു സ്വിസ് സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന പോലുള്ള ഐറ്റംസ് മാത്രമല്ല, നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമേ കണ്ടത് അവിടെ ഒരു റാക്കിൽ സാറാസ് കറി പൗഡറിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നടി ഷീലയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിട്ട് നമ്മൾ വീണ്ടും ഒരു മലയാളത്തോട് ടച്ചുള്ള ഒരു സാധനം കണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു സിമ്മൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് അന്ന് എത്തി. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
അടുത്ത ദിവസം തൊട്ടാണ് ഞാൻ സോളോ ആയിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നു, ഒരു SBB എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് സ്വിറ്റ്സർലൻഡിലെ. അപ്പോൾ ആപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ലൊക്കേഷൻ അത് GPS വഴി കണ്ടുപിടിച്ചോളും. വീട്ടിൽ നിന്ന് ഇത്ര മിനിറ്റ് നടന്നാൽ ഇന്ന ബസ് സ്റ്റോപ്പ്, ഇന്ന ബസ് സ്റ്റോപ്പിൽ ഇന്ന സമയത്ത് ഇന്ന ബസ് വരും, അത് പിടിച്ചാൽ ഇത്ര മിനിറ്റിനുള്ളിൽ ഇന്ന സ്ഥലത്തെത്തും. ഇതെല്ലാം ആപ്പ് വഴി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ ഏകദേശം ഒരു രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പം 7:23 എന്നാണ് ബസ്സിൻ്റെ സമയം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 7:20 ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് ജോലിക്ക് പോകാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ 7:23 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7:23 തന്നെ വണ്ടി വന്നിരിക്കും, അല്ലാതെ 7:30 7:45 അല്ല വരാൻ പോകുന്നത്. അപ്പോൾ അതേ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ ബസ് മിസ്സാവും. അപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് റോഡിൻ്റെ സൈഡിൽ വന്ന് നിന്നു. അപ്പോൾ വീണ്ടും ഞാൻ മൊബൈൽ നോക്കുകയാണ്, കാരണം നമുക്ക് ഈ പേരുകളൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് വരുന്നില്ല എന്നൊക്കെയുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുറകിൽ നിന്ന് വരുന്ന ഫ്രണ്ട് അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞാണ്ട് വണ്ടികളെല്ലാം വെയിറ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ ആ റോഡിൻ്റെ സൈഡിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നെ കണ്ട് അതുവഴി വരുന്ന വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്യുവാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കത് നാട്ടിൽ നേരെ തിരിച്ചാണല്ലോ, റോഡിൽ പോകുന്നവനാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള പോലെ റോഡിൽ കൂടെ പോകുന്നവനാണ് റോഡിൻ്റെ മുഴുവൻ ആധിപത്യം എടുക്കുക. അപ്പോൾ ഇതൊരു 4-5 വണ്ടികൾ ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം നമ്മളിത് ഫോണൊക്കെ നോക്കിയിരിക്കുന്നതുകൊണ്ടും പുതിയൊരു സ്ഥലമായതുകൊണ്ടും ഒക്കെ ഉള്ളതിൻ്റെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തു. ഞാൻ പിന്നെ ഒരു അപ്പോളജി ആയിട്ട് കയ്യൊക്കെ പോയി കാണിച്ചു. അപ്പോൾ എല്ലാവരും തന്നെ കയ്യൊക്കെ പോയി കാണിച്ചു. അപ്പോൾ അങ്ങനെ ഈ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ 7:23 ഒരു ബസ് വരുന്നു എന്നുള്ളത് കറക്റ്റ് 7:23 ബസ് വന്നു. ഞാൻ ബസ് കയറിയപ്പോൾ എൻ്റെ കയ്യിൽ സ്വിസ് ട്രാവൽ പാസ് ആണ് എനിക്കുള്ളത്. യൂറോപ്പിൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ട്രെയിൻ അല്ലെങ്കിൽ ഫെറി അല്ലെങ്കിൽ അങ്ങനത്തെ കണക്ടിവിറ്റിക്കെല്ലാം യൂറോയിൽ പാസ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ യാത്ര ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെയും എക്കണോമിക്കലായിട്ട് എനിക്ക് തോന്നിയത് സ്വിസ് ട്രാവൽ പാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വിസ് ട്രാവൽ പാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സുകളും ട്രെയിനുകളും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും നമ്മളത് എൻട്രി ചെയ്യണമെന്ന് മാത്രം, ഇന്ന ദിവസത്തെ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ ആ സ്വിസ് ട്രാവൽ പാസിലൂടെ ഞാനിപ്പോൾ ഈ ആപ്പ് നോക്കി കറക്റ്റ് ലൊക്കേഷൻ ഇന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് അർത്ത് ഗോൾഡോ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടാണ് നമ്മൾ ഈ മൗണ്ട് റിഗി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ മൗണ്ട് റിഗി ഈ സ്വിസ് ട്രാവൽ പാസിൽ ഫ്രീ ആയിട്ട് എൻട്രി കിട്ടുന്ന ഒരു മൗണ്ടൻ റേഞ്ച് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ചില സ്ഥലങ്ങളിൽ ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഹാഫ് ഫെയർ ആയിരിക്കാം, ചിലടത്ത് ഫ്രീ ആയിരിക്കാം. അങ്ങനെ മൗണ്ട് റിഗിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. അപ്പോൾ ഈ അർത്ത് ഗോൾഡോ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മൗണ്ട് റിഗിയിലേക്കുള്ള ഫ്യൂണിക്കുലർ ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് അപ്പം പല സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിനുകളൊക്കെ വരുന്നുണ്ട്. ലുസേണിലേക്കുള്ളത്, സ്യൂറിക്കിലേക്കുള്ളത്, പലയിടത്തേക്കുള്ള ട്രെയിൻ എല്ലാം ഈ ഒരു സ്റ്റേഷനിൽ വരുന്നുണ്ട്. എനിക്കൊന്നൊരു ഡിവിഷൻ പോലുള്ള സ്ഥലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ, ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേനെല്ലാം സ്വിസ് ആൾക്കാരുമൊക്കെയാണ്, അങ്ങനെ നമുക്ക് പരിചയമുള്ള മുഖങ്ങളൊന്നുമില്ല. എന്തോ എൻ്റെ ഈ ഒരു പരിഭ്രമം കണ്ടിട്ടായിരിക്കാം ഏകദേശം ഒരു ഇന്ത്യൻ ലുക്കുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മൗണ്ട് റിഗിയിലേക്ക് പോകാനായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, മൗണ്ട് റിഗിയിലേക്കുള്ള ട്രെയിൻ ഇവിടെ അല്ല കിട്ടുന്നത്, സാധാ ട്രെയിനൊക്കെ കിട്ടുന്നതാണ്. ആ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു എൻഡിലേക്ക് ചെന്നാലാണ് ഈ ഫ്യൂണിക്കുലർ ട്രെയിൻ കിട്ടുക, അവിടെ ചെന്നാലേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേന് ഒരു ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു അച്ഛനാണ്. അപ്പം PhD പഠിക്കാനൊക്കെ കണ്ടോ യൂറോപ്പിൽ വന്നതാണ്. അപ്പം അച്ഛന് ഫ്രീ ആയിട്ടുള്ള സമയം നോക്കി അച്ഛൻ യൂറോപ്പിലെ പല സ്ഥലങ്ങളൊക്കെ കറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു വീക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അച്ഛൻ ലുസേണിലേക്കും കണ്ട് പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ട് ഞാനിങ്ങനെ കടന്ന് കറങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും കണ്ടോ എന്നോടൊന്ന് സംസാരിച്ചാണ്. പിന്നെ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണെന്ന് അച്ഛന് തോന്നുകയും ചെയ്തു. അത് വെച്ചിട്ടായിരിക്കാം അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡിലുള്ള ഫ്യൂണിക്കുലർ ട്രെയിൻ കിടക്കുന്ന സ്ഥലത്തെത്തി. നമ്മൾ മൗണ്ട് റിഗിയിലേക്കുള്ള ട്രെയിനിൽ കയറി. അപ്പോൾ ആ ട്രെയിൻ നിറച്ച് ചൈനീസ് അല്ലെങ്കിൽ കൊറിയൻ ആ ഒരു എത്നിക് വംശജരാണ് കൂടുതലും ട്രെയിനിലുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്കാരെ ആരെയും തന്നെ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ മാത്രമായിട്ട് ചെന്നു. മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പ്, നല്ല മഞ്ഞില്ല എങ്കിൽ പോലും നല്ല തണുപ്പ്, നല്ല കാറ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള ചുറ്റുമുള്ള പനോരമിക് വ്യൂ. അപ്പം റിഗീനെ ക്യൂൻ ഓഫ് ദ മൗണ്ടൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം റിഗി ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഏകദേശം. 4 സൈഡിലേക്കും പനോരമിക് വ്യൂസ് കിട്ടുന്നുണ്ട്. 3 ലേക്കുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം റിഗിയുടെ മേളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അത് ക്യൂൻ ഓഫ് ദ മൗണ്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടേക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യമായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ടുണ്ടായിരുന്നു. മൗണ്ട് റിഗിയിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് ഒരു ഓപ്ഷൻ ഉള്ളത് ഹൈക്ക് ചെയ്ത് ഇറങ്ങാം എന്നുള്ളതാണ്. മേളിലേക്കും ഹൈക്ക് ചെയ്ത് കയറാം. പക്ഷേ മേളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ വീണ്ടും കയറ്റം കയറുന്നതിൻ്റെ ഫിറ്റ്നസ്സൊക്കെ നമുക്ക് ഉണ്ടോ ഇല്ലെന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ താഴോട്ട് കുറച്ച് ദൂരം നമുക്ക് ഹൈക്ക് ചെയ്ത് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം മൗണ്ട് റിഗിയുടെ മേലിലുള്ള ഈ കൺഫെക്ഷണറി ഷോപ്പിൽ നിന്നൊരു ലിൻഡിൻ്റെ ചോക്ലേറ്റ്, ലിൻഡാണല്ലോ സ്വിറ്റ്സർലൻഡ് ബ്രാൻഡായിട്ടുള്ള ഒരു ചോക്ലേറ്റ്, ലിൻഡിൻ്റെ ഒരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് അത് സ്നാക്കൊക്കെ ആക്കി ഞാൻ താഴോട്ട് ഹൈക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും പല എന്നേക്കാൾ പ്രായമുള്ള
കണ്ടാലൊരു 70 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ തോന്നിക്കുന്ന പലരും ഹൈക്ക് ചെയ്ത് മേളിലേക്ക് കയറി വരുന്നത് കാണാം. അപ്പം നമുക്ക് നമ്മുടെ ഫിറ്റ്നസിനെ കുറിച്ച് തന്നെ നമുക്ക് പുച്ഛം തോന്നുന്ന സമയങ്ങളായിരുന്നു. ഇവർ നടന്നു വരുമ്പോഴത്തേന് എന്നെ കാണുമ്പോഴത്തേന് ഇവരെന്തോ പറയുന്നുണ്ട്. അപ്പം പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഗ്രിറ്റ്സി എന്നാണ് അവർ പറയുന്നത്. ഹലോ എന്ന് ജർമ്മനിൽ പറയുന്നതാണ്. അപ്പോൾ ആദ്യമേ പറയുമ്പോഴത്തേന് എനിക്ക് ഹലോ ആണ് പറയുന്നതെന്നുള്ള മനസ്സിലായി, പക്ഷേ എന്താ പറയുന്നത് എനിക്ക് തിരിഞ്ഞില്ല. അപ്പോൾ നടന്ന് താഴോട്ട് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ ഈ സ്വിസ് ഗ്രാമങ്ങൾ എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വായിച്ചിരിക്കുന്ന അതേ കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ പശുക്കൾ, മണിയൊക്കെ കിട്ടിയിരിക്കുന്ന പശുക്കൾ, അപ്പോൾ അത് പുല്ല് മേയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മണി അടിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. പച്ചപ്പരവതാനി എന്നൊക്കെ കവിയൊക്കെ പാടിയേക്കുന്നത് നമുക്ക് ശരിക്കും അവിടെ കാണാം. അതുപോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഗ്രാസ് ഇങ്ങനെ വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സ്വിസിൻ്റെ തനതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ പണിതിരിക്കുന്ന വീടുകളും കോട്ടേജുകളും ഒക്കെ കാണാം, ഹാംലെറ്റ്സ് ഒക്കെ കാണാം. നടന്നു വരുമ്പോഴത്തേന് ഞാനൊരു പള്ളി കണ്ടു, ചെറിയൊരു പള്ളി. അപ്പോൾ അന്ന് എനിക്ക് ആ പള്ളിയുടെ സിഗ്നിഫിക്കൻസ് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ നാട്ടിൽ വന്ന് വായിച്ചു നോക്കിയപ്പോഴത്തേനാണ് ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി ചെയ്യപ്പെട്ട ഒരു പള്ളിയാണിത്. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് നേരിട്ട് മാതാവിൻ്റെ പേരിൽ കോൺസിക്രേറ്റ് ചെയ്ത ഒരു പള്ളിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോയൊക്കെ എടുത്ത്, സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തിരിച്ച് കണ്ണും പൂട്ടി ക്യാമറ എടുത്താലും നമുക്ക് നല്ല ഫ്രെയിമുകൾ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ കുറേ ദൂരം നടന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ എല്ലാം ഡയറക്ഷൻസ് കാണാം. ഇത്ര ദൂരം നടന്നാൽ ഇന്ന റെയിൽവേ സ്റ്റേഷനുണ്ട്. നമുക്കപ്പം മേളിൽ നിന്ന്, മൗണ്ട് റീയുടെ മേളിൽ നിന്ന് താഴോട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഫ്യൂണിക്കുലർ ട്രെയിനിൽ ഈ സ്റ്റേഷനിൽ നമുക്ക് കയറി താഴെ എത്താം. അപ്പോൾ ഒരു 2-3 മണിക്കൂറോളം അതുപോലെ നടന്ന് താഴെ എത്തി പകുതി വഴിക്കുള്ള ഒരു ട്രെയിനിൽ കയറി ഞാൻ തിരിച്ച് അർത്ത് ഗോൾഡോയിലേക്ക് തിരിച്ചെത്തി. സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രത്യേകത, അന്ന് ഞാൻ പോയപ്പോഴത്തേനൊക്കെ ഈ പറയുന്നൊരു 3 ഡിഗ്രി 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു റീയുടെ മേളിൽ. താഴോട്ട് അത്രയും തണുപ്പില്ലെങ്കിൽ പോലും നമ്മൾ അത്രയും ഹൈക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ, അത്രയും മണിക്കൂറുകൾ നടന്നു എന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും ടയർഡൊന്നും ആയിട്ടില്ല. അപ്പോൾ അർത്ത് ഗോൾഡോയിൽ നിന്ന് ഞാൻ വീണ്ടും സ്യൂറിക്കിലെത്തി. സ്യൂറിക്കിൽ ആണ് എൻ്റെ സുഹൃത്തുക്കൾ സിത്താരയും മോഹനും ഒക്കെ ജോലി ചെയ്യുന്നവർ, ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അവരുടെ ഓഫീസിൽ നിന്ന് പിരിഞ്ഞ് വരുന്ന സമയമാണ് ഏകദേശം ഞാൻ സ്യൂറിക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ കുറച്ച് സമയം ഞാനവിടെ സ്യൂറിക്കിലെ പബ്ലിക് പാർക്കിലുമൊക്കെ ഒന്ന് കയറി. അപ്പോൾ അന്ന് സിത്താരയും ഒക്കെ അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് എന്നെ ഈ പാർക്കിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അടുത്ത ദിവസം പോകുന്നത് മൗണ്ട് ടിറ്റ്ലിസിലേക്കാണ്. അപ്പോൾ മൗണ്ട് ടിറ്റ്ലിസ് ഇന്ത്യക്കാരുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യക്കാരുടെ ഇടയിൽ ഫേമസ് ആകാൻ കാരണം ബോളിവുഡാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ടിറ്റ്ലിസിലൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ വീണ്ടും ടിറ്റ്ലിസിലെത്തി. അത് ലുസേൺ എന്ന് പറയുന്ന നഗരത്തിലെത്തിയിട്ടാണ് അവിടുന്ന് ട്രെയിൻ കണക്ട് ചെയ്ത് ടിറ്റ്ലിസിലേക്ക് പോകുന്നത്. അപ്പം ഇതും സ്വിസ് ട്രാവൽ പാസ് ഉള്ളത് കൊണ്ട് തന്നെ ടിറ്റ്ലിസിലേക്ക് എനിക്ക് ഹാഫ് ഫെയർ കൊടുത്താൽ മതി. ഒരു 40 സ്വിസ് ഫ്രാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഫെയർ മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ടിറ്റ്ലിസ് ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ മഞ്ഞ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. തലേ ദിവസം എൻ്റെ സുഹൃത്തുക്കൾ ടിറ്റ്ലിസിൻ്റെ വെബ്സൈറ്റിൽ നോക്കി ലൈവ് ഫീഡ് നോക്കിയിരുന്നു, അവിടെ മഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ അന്ന് അങ്ങോട്ട് പോകുന്നത്. കാരണം കേരളത്തിൽ കിടക്കുന്ന നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഫ്യൂണിക്കുലർ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് മേളിലേക്ക് കയറി. 3 സ്റ്റേജുകളിലായിട്ടാണ് ടിക്കറ്റ് കിട്ടുക. അപ്പോൾ അത് ഫ്യൂണിക്കുലർ കാറുകളാണ്. ഏറ്റവും മുകളിലത്തെ സ്റ്റേജിൽ അത് ഗോണ്ടോളാസ് ആണ്, കേബിളിൽ തൂങ്ങിക്കിടക്കുന്ന കാറുകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ഇത്രയും പൊക്കമുള്ള ഒരു മലയുടെ മേളിലേക്ക് ഒരു അരമണിക്കൂറും കൊണ്ട് നമുക്ക് കേബിൾ കാറിൽ അങ്ങ് മേളിലങ്ങ് എത്താം. അപ്പം താഴെ മഞ്ഞൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് പെട്ടെന്ന് അരമണിക്കൂറും കൊണ്ട് നമ്മൾ മഞ്ഞുള്ളൊരു സ്ഥലത്തേക്ക് അങ്ങ് എത്തുവാണ്. അപ്പോൾ അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം മൊത്തത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം. മഞ്ഞുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം റീൽ അനുഭവപ്പെട്ട തണുപ്പ് എനിക്കിവിടെ അനുഭവപ്പെട്ടില്ല. എന്താണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മഞ്ഞ് അങ്ങനെ ഉരുകി വെള്ളമാവുകയോ ഒന്നും ചെയ്യുന്നുമില്ലതാണ്. പക്ഷേ മഞ്ഞിലിറങ്ങി പിള്ളേരും എല്ലാം, ഫാമിലിയായിട്ട് വന്നവരെല്ലാം പിള്ളേരെല്ലാം സ്നോ ബോൾ ഉണ്ടാക്കി എറിയുന്നു. അങ്ങനെയുള്ള സ്നോയിൽ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മഞ്ഞിൽ നടന്ന് പരിചയമില്ലാത്തത് കൊണ്ടും നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ടും ഒക്കെ ആയിരിക്കാം ഇടയ്ക്കൊരു ചെറിയൊരു മഞ്ഞ് കയറ്റമൊക്കെ കയറിയപ്പോഴത്തേന് ഞാൻ സ്ലിപ്പായി വീണു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ക്ലിഫ് വാക്ക് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഒരു മെറ്റൽ കേജ് പോലൊരു മെറ്റൽ സ്റ്റാൻഡ് ബ്രിഡ്ജ് പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൽ നമുക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ 2 ക്ലിഫ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പം താഴോട്ട് നോക്കിയാൽ നമുക്ക് താഴെ അങ്ങ് ഗർത്തം പോലെ ഇങ്ങനെ കാണാം. ചുറ്റും മഞ്ഞ് മലകളും ഒക്കെയാണ്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വന്ന് മൂടി നമുക്ക് തൊട്ട് മുന്നിലുള്ള ആളെ കാണാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം പെട്ടെന്ന് വീണ്ടും കാറ്റടിച്ചാൽ മഞ്ഞങ്ങ് മാറും, വീണ്ടും അതെല്ലാം വിസിബിലിറ്റി വരും. അപ്പോൾ അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും മേലെയുള്ള ഒരു അനുഭവമായിരുന്നു. ടിറ്റ്ലിസിൽ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ മഞ്ഞ് മലയുടെയൊക്കെ ചേർന്ന് നമുക്കിവിടെ കാപ്പി കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആ കാപ്പിയൊക്കെ കുടിച്ച് തൊട്ട് താഴത്തെ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അത് എൻ്റയർ ദൂരം താഴോട്ട് വന്നില്ല, തൊട്ട് താഴെ തന്നെ ഒരു ലേക്കും അതിനോട് ചേർന്നൊരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേന് മഞ്ഞൊന്നുമില്ല, ഏറ്റവും മേളിൽ മാത്രമേ മഞ്ഞുള്ളൂ. അപ്പോൾ ഈ ലേക്ക് എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ വരച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ലേക്കാണ്. ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് ടിഞ്ചോട് കൂടിയ വെള്ളമൊക്കെയാണ്. അതിൻ്റെ അടുത്ത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ടേജ്. അപ്പോൾ അതും ഞാൻ ചുറ്റും നടക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നടന്ന് അവിടെ ഒരു 1/4 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചടുത്ത ട്രെയിൻ കയറി താഴോട്ടെത്തി. ടിറ്റ്ലിസിൽ നിന്ന് തിരിച്ച് വീണ്ടും ഞാൻ കാമിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തി.
അടുത്തത് പോകാനായിട്ടുള്ളത് ജനീവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ജനീവ സാധാരണ സ്വിറ്റ്സർലൻഡിലേക്ക് ടൂറിസ്റ്റായിട്ട് പോകുന്ന ഒരാൾ ജനീവ തിരഞ്ഞെടുക്കാറില്ല. ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്, അതിൻ്റെ അവിടുത്തെ ഡയറക്റ്റീവ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ WHO ഒന്ന് കാണണം. WHO എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സബ്സിഡറിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എണീറ്റ് ജനീവയിലേക്ക്, അതും കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്, ട്രെയിനിൽ തന്നെ 3-4 മണിക്കൂറോളം യാത്രയുള്ളതാണ്. അപ്പോൾ ജനീവയിലേക്ക് പോകുമ്പോഴത്തേന് ഞാൻ കോൺഫിഡൻ്റ് ആണ്. കാരണം ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരും ഇല്ലെങ്കിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ജനീവ എന്ന് പറയുന്നത് ഇതുപോലെ പല പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവരായിരിക്കും എല്ലാവരും തന്നെ. അപ്പോൾ ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 3-4 മണിക്കൂർ യാത്ര ചെയ്ത് ജനീവയിൽ ചെന്നിറങ്ങി. ജനീവയുടെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കിന് പല പല ട്രാം ലൈനുകൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പല പല ലൈനുകൾ ഉള്ളത് തന്നെ ഇവിടുന്ന് എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ നമുക്ക് ധൈര്യം ആണല്ലോ, ഇത് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും എന്നുള്ള ധൈര്യത്തിൽ നല്ല ഫോർമലി ഡ്രസ്സ് ചെയ്തേക്കുന്ന ഒരു കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ട് വരുന്ന ഒരാളെ കണ്ടു. ഏകദേശം 30-35 വയസ്സുള്ള പുള്ളിനെ കണ്ടപ്പോഴത്തേന് ഞാൻ വളരെ കോൺഫിഡൻറ്റ് ചോദിച്ചു, ഓക്കെ ഇംഗ്ലീഷിൽ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകണം, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളിനെ കണ്ടിട്ട് സോറി നോ ഇംഗ്ലീഷ് ഓൺലി ഫ്രഞ്ച്. അപ്പോൾ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ അത് പിന്നെ ഞാനൊന്ന് പതറിയെങ്കിലും പിന്നെ ടൂറിസ്റ്റ് സ്റ്റേഷനകത്തുള്ള ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്, അവിടെയൊക്കെ എന്തെങ്കിലും ചോദിച്ച് അവർ പറഞ്ഞു തന്നു, ഇന്ന ട്രാമിൽ കയറിയാൽ മതി, ഇന്ന ട്രാമിൽ ഇത്രാമത്തെ സ്റ്റേഷനിലൊക്കെ അറിയും, അപ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവർ പറഞ്ഞ പ്രകാരം ട്രാമിൽ കയറി ഇന്ന സ്റ്റേഷനിലൊക്കെ ആയിട്ട് ചെന്നിറങ്ങി. ഒരു രാജ്യത്തേക്ക് നമ്മൾ എയർപോർട്ടിലെത്തി ഇമിഗ്രേഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ നടത്തുന്ന ആ ഒരു ഫീലായിരുന്നു യുണൈറ്റഡ് നേഷൻസിലേക്ക് നമ്മൾ അകത്ത് കടക്കുന്നതിന്. ഈ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഇംഗ്ലീഷ് ടൂറാണ്, ഗൈഡഡ് ടൂറാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഇത് കാണിക്കുക, അതിനോടൊപ്പം തന്നെ നമ്മൾ ബെൽറ്റ് ഊരുന്നു, ഷൂസ് ഊരുന്നു, പാസ്പോർട്ട് കാണിക്കുന്നു. അങ്ങനെ ഒരു എയർപോർട്ടിലെ ഒരു സെക്യൂരിറ്റി ചെക്കെല്ലാം എന്നോട് സാമ്യമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഞാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അതിലൊരു ഗൈഡുണ്ട്, അവർ നടന്ന് നമ്മൾ ടി വിയിലൊക്കെ മാത്രം കണ്ടിരിക്കുന്ന വലിയ UN-ൻ്റെ സെക്യൂരിറ്റി കൗൺസിലും അല്ലെങ്കിൽ ബാക്കിയുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും വലിയ വലിയ എഗ്രിമെൻറ്റ്സ് ഒക്കെ ഒപ്പിട്ടേക്കുന്നതിൻ്റെ കാര്യങ്ങളും കഥകളും ഒക്കെ അവർ പറഞ്ഞു തന്നു. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം UN-ൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ UN-നോട് ചേർന്ന്, UN-ൻ്റെ സബ്സിഡറിയാണ് WHO എന്ന് പറയുന്നത്. അപ്പം WHO-ലേക്ക് കയറാൻ എനിക്ക് വിസിറ്റേഴ്സ് പാസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ മാറി ഇന്ന് ഞാൻ പുറത്ത് നിന്ന് കണ്ടു ഇതാണ് WHO എന്നുള്ളത്. പിന്നീട് എപ്പോഴെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് പോകാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ തിരിച്ച് ജനീവയിൽ നിന്ന് തിരിച്ച് വന്നു. അടുത്ത ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത് മ്യൂണിക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം ജർമ്മനിയിലുള്ള സ്ഥലമാണ് മ്യൂണിക്. അപ്പം മ്യൂണിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം പണ്ട് തൊട്ടേ ഹിസ്റ്ററി പുസ്തകങ്ങളെല്ലാം വായിച്ചേക്കുന്ന ഈ വേൾഡ് വാർ 2 കഥകളൊക്കെയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും വേൾഡ് വാർ 2 കുറിച്ചുള്ള കഥകൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെഡറിക് ഫോർസൈത്തിൻ്റെ നോവലുകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുവഴി നമുക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വീണ്ടും എത്താവുന്ന ദൂരം എന്ന് പറയുന്നത് ഈ പറയുന്ന മ്യൂണിക്കിനടുത്തുള്ള ഡാക്കൗ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്.